ശ്രീ എം രാജഗോപാലൻ. സർ, തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ചെറുവത്തൂരിൽ നാഷണൽ ഹൈവേ 66 ചേർന്ന് കിടക്കുന്നതും കാസർഗോഡ് ജില്ലയിലെ ടൂറിസം ഭൂപടത്തിൽ ഏറെ ശ്രദ്ധ നേടിയതും നേരത്തെ തന്നെ ടൂറിസം വകുപ്പിന്റെ പരിഗണനയിൽപ്പെട്ടതുമായ പ്രദേശമാണ് ചെറുവത്തൂർ വീരമലക്കുന്ന്. ചരിത്ര സ്മൃതികളിൽ രമ്പുന്ന തേജസ്വിനി പുഴയുടെ ഓരം ചേർന്ന് നിൽക്കുന്ന അതിമനോഹരമായി കുന്നിന്റെ താഴ്വാരത്തിലൂടെയാണ് സർ NH66 നാഷണൽ ഹൈവേ കടന്നു പോകുന്നത്. റോഡിന്റെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട് ഈ കുന്നിന്റെ വലിയൊരു ഭാഗം പ്രവൃത്തിയിലെ അശാസ്ത്രീയത കാരണം തകരുകയും പ്രകൃതിക്ക് തന്നെ കോട്ടം തട്ടിയിരിക്കുകയാണ് സർ. ഈ വിഷയം യഥാസമയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കുന്നു സംരക്ഷണത്തിന് ചില നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഈ പ്രവൃത്തി തീരെ അപര്യാപ്തമായിരിക്കുകയാണ്. പ്രവൃത്തിക്കിടയിൽ തന്നെ കുന്ന് വീണ്ടും ഇടിയുന്ന സംഭവവികാസം ഉണ്ടായി സർ. പോയ വർഷങ്ങളിൽ ഉരുൾപൊട്ടൽ സംജാതമാകുന്ന രീതിയിൽ മലവെള്ളവും ചെളിയും റോഡിലേക്കും സമീപത്തുള്ള നെൽവയലിലേക്കും അനിയന്ത്രിതമായ രീതിയിൽ കുത്തിയൊലിച്ചതുമൂലം പ്രദേശവാസികൾ വലിയ ഉത്കണ്ഠയിലാണ്. മണ്ണിടിച്ചൽ NH തന്നെ ഭാവിയിൽ വലിയ ഭീഷണിയായി തീരും സർ. കുന്നിൻ്റെ അരികിനെ പൂർണ്ണമായും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള റീറ്റൈനിങ് വാൾ നിർമ്മിച്ചാൽ മാത്രമേ വീരമലക്കുന്നിനെയും NH സംരക്ഷിക്കാൻ കഴിയുള്ളൂ. ആയതിനാൽ ഈ സ്ഥിതിവിശേഷം മുൻനിർത്തി ശാശ്വതമായ സംരക്ഷണ പ്രവൃത്തികൾ നടത്താൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി ജനപ്രതിനിധികളുടെയും ജില്ലാ ഭരണകൂടത്തെയും NHA അധികൃതരെയും പങ്കെടുപ്പിച്ച് ഒരു പ്രത്യേക യോഗം വിളിച്ചു ചേർക്കണമെന്നും ഈ സബ്മിഷനിലൂടെ ഞാൻ ആവശ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രിക്ക് വേണ്ടി. സർ, ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ പുരോഗമിക്കുന്ന ജില്ലയാണ് കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയിലെ ദേശീയപാത പ്രവൃത്തിയുടെ ഭാഗമായി കഴിഞ്ഞ വർഷം വീരമലക്കുന്നിൽ കനത്ത മണ്ണിടിച്ചിലുണ്ടായിരുന്നു. വിഷയം ബഹുമാനപ്പെട്ട MLA ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ വീരമലക്കുന്ന് സംരക്ഷിക്കുന്നതിന് കൂടി പദ്ധതി ഉണ്ടാകണമെന്ന് ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി 450 മീറ്റർ നീളത്തിൽ റീറ്റൈനിങ് വാൾ നിർമ്മിക്കുന്നു എന്നാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചത്. 400 മീറ്റർ പൂർത്തിയായതായി NHA അറിയിക്കുന്നു. ബാക്കി 50 മീറ്റർ കൂടി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമെന്ന് ദേശീയപാത അതോറിറ്റി ഉറപ്പു നൽകിയിട്ടുണ്ട്. സംരക്ഷണ ഭിത്തി പൂർത്തിയായ ശേഷം സ്ലോപ്പ് പ്രൊട്ടക്ഷൻ വിത്ത് സോയിൽ നെയിലിംഗ് എന്ന പ്രവൃത്തി കൂടി അവിടെ നടപ്പിലാക്കും. ഭാവിയിലും അവിടെ മണ്ണൊലിപ്പ് തടയാൻ ഇത് സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3 മാസം കൊണ്ട് ആ പ്രവൃത്തി പൂർത്തീകരിക്കാമെന്നാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്.